ഇരുചക്ര വാഹന യാത്രികരെ വാഹനമിടിച്ചിട്ട് നിർത്താതെ പോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതി. കട്ടപ്പന വെള്ളിയാങ്കുടി ഇടുക്കിക്കവല റോഡിൽ ഹൈറേഞ്ച് ഹൈപ്പർ മാർട്ടിന് സമീപം കഴിഞ്ഞ ഞായറാഴ്ചയാണ് അപകടമുണ്ടായത്. ഇരട്ടിയാർ സ്വദേശി ഷിജോ സെബാസ്റ്റ്യനും മകളും യാത്ര ചെയ്തിരുന്ന ബൈക്കിൽ പിന്നിൽ നിന്നും എത്തിയ ഇയോൺ കാർ ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. സാധന സാമഗ്രികൾ വാങ്ങുവാനായി കട്ടപ്പനയിൽ എത്തി തിരികെ ഇരട്ടിയാറിലെ വീട്ടിലേക്ക് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ടോപ്പിൽ ഷിജോ സെബാസ്റ്റ്യനെയും മകളെയും ഇടുക്കിക്കവല വെള്ളിയാങ്കുടി റോഡിൽ വെച്ച് HP പമ്പിന് സമീപം പിന്നിൽ നിന്നും എത്തിയ കാർ ഇടിക്കുകയായിരുന്നു. അമിത വേഗത്തിലെത്തിയ കാർ ഇവരെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ കടന്നു കളഞ്ഞു. തുടർന്ന് ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്നും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ പോലീസ് അധികൃതർ ഇതുവരെ ഇന്റിമേഷൻ എടുക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ലെന്നും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ഷിജോ സെബാസ്റ്റ്യന്റെ പരാതി. അപ്പം ഞാൻ എൻ്റെ മോളും കൂടെ കട്ടപ്പനയിൽ നിന്ന് ചെറിയ പർച്ചേസും കഴിഞ്ഞ് വെള്ളയാങ്കുടിക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഹൈറേഞ്ച് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പുറകിൽ നിന്ന് ഹൈ സ്പീഡിൽ വന്നൊരു വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. അപ്പോൾ വണ്ടി കുട്ടി വരഞ്ഞ് ഞാൻ തെറിച്ച് വീഴുകയും മോള് തെറിച്ച് വീഴുകയും ചെയ്തു. അതിനുശേഷം നമ്മളവിടെ ആൾക്കാരെല്ലാം കൂടി വണ്ടി നിർത്താതെ പോയി. ഞങ്ങൾ അതിനുശേഷം അവിടെ ആൾക്കാരുടെ അടുത്തുനിന്നുള്ള 20 ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവരെ വിടുന്നത് കട്ടപ്പനയ്ക്ക് നമ്മൾ റെഫർ ചെയ്ത് സെൻറ്റ് ജോൺസിലേക്ക്. അവിടെ വന്നിട്ടാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. അവിടെ നിന്ന് പ്രൊസീജർ കിട്ടും. ഇവിടെ ബാക്കി ട്രീറ്റ്മെൻറ്റ് കൂടി നടത്തിയത്. ഇത്ര ദിവസമായി 2 ദിവസമായിട്ടും വലിയ സെൻറ്റിവേഷൻ എടുക്കാനൊന്നും വന്നിട്ടില്ല. ഇത്ര ദിവസമായിട്ടും മറ്റ് നിയമനങ്ങളൊന്നും ആയില്ല. അവർ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലാതെ ഇൻറ്റിമേഷൻ എടുക്കാൻ പോലും പോലീസുകാർ ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചെന്ന് പറഞ്ഞത് വണ്ടിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഷിജോയെയും മകളെയും അപകടത്തിൽപ്പെടുത്തിയ കാർ അമിത വേഗത്തിൽ അവിടെ നിന്നും കടന്നു കളയുന്ന CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നു. അതോടൊപ്പം കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ വിവിധ സ്ഥാപനങ്ങളിൽ റോഡിലേക്ക് നിരവധിയായ CCTV ക്യാമറകളുമുണ്ട്. എന്നാൽ പോലീസ് ഇവയൊന്നും പരിശോധിക്കുന്നില്ല എന്നാണ് പരാതി. അപകടത്തിൽ ഷിജോയ്ക്ക് കാലിനും കൈക്കും പരിക്ക് പറ്റിയതിനു പുറമെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവുകളും സംഭവിച്ചു. 16-കാരിയായ മകൾക്ക് കൈകാലുകൾക്കും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. സംഭവം നടന്ന് 5 ദിവസം പിന്നിടുമ്പോഴും നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഇത്രയും ദിവസത്തിനിടയിൽ 30,000-ലധികം രൂപ ചികിത്സാ ചെലവുമായി. അധികാരികൾ അനാസ്ഥയൊഴിഞ്ഞ് അപകടമുണ്ടാക്കിയ ചുവന്ന ഇയോൺ കാർ കണ്ടെത്തുകയും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.